അയ്യോ പുറത്ത് സൗണ്ട് കേട്ടു. അതാ ഈ വന്ന് നോക്കുന്നത്. ഞാൻ വാതിലടച്ചിട്ട് വാതിൽ തുറന്ന് വന്ന് നോക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോൻ്റെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് സ്നേഹങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ചിത്ര വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പൊന്നോ ഇങ്ങോട്ട് നോക്കിയേ. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഒന്നും കൂടെ നോക്കിയേ പൊന്നോ, ഇങ്ങോട്ട് നോക്കിയേ മമ്മിയുടെ മുഖത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുക. മോൻ്റെ കളിയും ചിരിയൊക്കെ ഇഷ്ടപ്പെട്ടുമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. ചേട്ടനിവിടെ കാലൊക്കെ കഴുകുന്നു, ചൂടുവെള്ളത്തിലൊക്കെ കാല് കഴുകുന്നു. അപ്പം അത് ഈ മോൻ വിടുന്നില്ല കേട്ടോ. ചേട്ടൻ ചൂടുവെള്ളത്തിലൊക്കെ കാലൊക്കെ വെച്ച് മരുന്നൊക്കെ ഇട്ട് കാലൊക്കെ കഴുകുന്നതാണ്. ഇത് കണ്ടോ, അപ്പോഴത്തേക്ക് ഇത് കണ്ടോ. അപ്പം അത് മോന് വിടുന്നില്ല, കണ്ടില്ലേ. ഇതെന്താണ് ചേട്ടാ ഈ കാണിക്കുന്നതെന്നാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ അവൻ കാലൊക്കെ വെച്ച് മരുന്നൊക്കെ വെച്ച് കാലൊക്കെ കഴുകേ. മോൻ വിടുന്നില്ല. ഇതെന്താണ് ചേട്ടാ കാണിക്കണമെന്നാണ്. എന്താ പൊന്നു കാണിക്കണേ ചേട്ടാ? കാല് കഴുകണം, ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കാല് കഴുകണം, നാരങ്ങയൊക്കെ ഇട്ട്. അണ്ണേ അമ്മയുടെ ചക്കരയാണ്ണേ, അമ്മയുടെ പൊച്ചാണേ, അമ്മയുടെ കുഞ്ഞു മോനണ്ണേ, അമ്മയുടെ ചക്കരയാണ്ണേ, നമ്മുടെ പൊന്നല്ലേ. ഫുഡൊക്കെ കഴിച്ചല്ലോ എൻ്റെ മോൻ. ആണേ അമ്മയുടെ ചക്കരയാണ്ണേ, അമ്മയുടെ പൊച്ചാണേ. നിങ്ങൾ കെണ്ണോ, നിങ്ങൾ കെണ്ണോ, അമ്മയുടെ അടുത്ത് കിടന്നോ. അമ്മയുടെ അടുത്ത് ഇത് തലേണിയിൽ ഇതൊക്കെ വെച്ചാൽ കിടക്കുന്ന കേട്ടോ. കണ്ടോ, ഇതൊക്കെ വെച്ചാൽ കിടക്കുന്നു. നമ്മുടെ വയറ്റിൽ തലങ്ങണി വെച്ചിട്ട് കിടന്ന് ഉറങ്ങണം. കണ്ടല്ലോ. പാവം, പഞ്ചപാവം എൻ്റെ ചക്കര. കിടന്നോ നിങ്ങൾ കിടന്നോ? നിങ്ങൾ കിടന്നോ? കിടക്കുന്നു. അവനാദ്യം എൻ്റെ വയറ്റിൽ കിടന്ന് തലങ്ങണയിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയി ഇതേ പിന്നെയും പില്ലോടെ മുകളിൽ കിടക്കുന്നു. ഞാനിപ്പോൾ രാമനാണ്. ഫുഡ് കഴിഞ്ഞാൽ ഉടൻ കിടക്കണം. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫ്രണ്ട്സ്. ഇവനെ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വന്നതാണ് അച്ഛൻ. അപ്പോൾ അതാണ് കിടക്കുന്നത്. ഈ സുന്ദരനാണ് മാമയുടെ മോൻ, സുന്ദരൻ. ഇങ്ങനെ ഇവനെയും കളിപ്പിച്ച് ഇവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ട് ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ അടുത്തൊക്കെ തന്നെ ഇനി അടുത്ത ഒരു പെറ്റിനെയൊക്കെ മേടിക്കാൻ നോക്കുന്നു, പ്ലാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ. നോക്കട്ടെ, ഡിസംബർ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് മേടിക്കാൻ നോക്കാം. അടുത്ത വർഷം നമ്മളൊരു ചെറിയ പെറ്റിനെയൊക്കെ മേടിക്കാൻ പോകുന്നു. തടവി കൊടുക്കണം. അപ്പോൾ ഒന്ന് കൊഞ്ചണതാണ് കേട്ടോ. കണ്ടോ, ചേച്ചി കണ്ടിട്ട് തടവി കൊടുത്തിട്ട് കൊഞ്ചണതാണ് കാണുന്നത്. ഓ ഇല്ല, ഇത് കവറ് മേടിച്ചത്. കവറ് പൊട്ടിപ്പോയി എൻ്റെത്. ഡാഡി കാശ് തന്നു. എൻ്റെ കവറൊക്കെ പൊട്ടിപ്പോയില്ലേ. അപ്പം ഞാൻ വേറെ കവറ് ഇട്ടുകൂടി. കവറൊക്കെ പൊട്ടി ഇതിൻ്റെ സ്വിച്ചൊക്കെ പുറത്തേക്ക് വന്നു. എന്നാൽ പിന്നെ കവറ് മാറ്റിയില്ലെങ്കിൽ ശരിയാകത്തില്ല. അയ്യോ വിളിക്കണ പോനു. ചേച്ചിയെ വിളിക്കുന്നതാണ്. ചേച്ചിയെ വിളിക്കുന്നു വേണ്ടോ. അതല്ലേ ഫ്രണ്ട്സ്, എൻ്റെ ഫോണിൻ്റെ കവറ് പോയായിരുന്നു. അപ്പോൾ മോള് കണ്ടില്ല, പുതിയ കവറാണത്. അപ്പോൾ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ, വീഡിയോ എടുക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. മമ്മി പുതിയ കവറൊക്കെ മേടിച്ചോന്ന് അതാ പറഞ്ഞു കേട്ടോ. അയ്യോ ഇതെന്താണ് ഇങ്ങനെ ആലോചനയില്ല പൊന്നോ. ചേച്ചി തടവി തരുന്നു. അയ്യോ എൻ്റെ സുഖം. ചേച്ചിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചേച്ചി ഇങ്ങനെ തടവിയൊക്കെ തരുള്ളൂ. സുഖത്തിന് കിടക്കണം, സുഖത്തിന്. പൊന്നിനെ തടവി തരാൻ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, മമ്മിയുണ്ട്. എത്ര പേരാ തടവുന്നത്.
എല്ലാവരും ഉണ്ട്. അച്ഛയുണ്ട്, അമ്മയുടെ പൊന്നിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അമ്മയുടെ പൊന്നില്ലാത്ത ഒരു കഷായവും ഇല്ലേ ഇല്ലേ ഇല്ലേ. ഓ കിടന്നു അച്ചോ, ആ ആ തടവ തടവ തടവ, ഇത് കണ്ടോ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കണം. ഇല്ലേ ഇല്ലേ. ഓ ഓ ഓ ഓ ഓ, പിന്നെയും ഇപ്പോൾ വിളിക്കും, കൈ എടുത്താൽ വിളിക്കും. പാവം പാവമാണ് നമ്മുടെ മുത്ത്, പാവമാണ് നമ്മുടെ മുത്ത്. ചേച്ചിയെ തടവാൻ കൈ കൊണ്ട് വിളിക്കണ, ചേച്ചിയെ തടവാൻ. ചേച്ചിയുടെ കൈ നക്കന്ന് ചെയ്യുന്നത്. ചേച്ചി അങ്ങോട്ട് അല്ല സ്നേഹമുള്ളവൻ, ഭയങ്കര സ്നേഹമാണ്. ശ്വാസം വിടുന്നു, നീർശ്വാസം വിടുന്നു കൊച്ച്. ഉറക്കം വരുന്നെങ്കിൽ അവിടെ ഉറങ്ങിക്കോ, തല വെച്ച് കിടന്നോ. കണ്ണ് പകുതി അടക്കുന്നേ മമ്മിയുടെ കയ്യിലേക്ക് കിടക്കുള്ളൂ. എൻ്റെ പൊന്നെ മമ്മിയുടെ കയ്യിലേക്ക് കിടക്കുള്ളൂ. ഓ എനിക്ക് വയ്യ, എന്നെ അങ്ങ് കൊല്ലി കൊല്ലി കൊല്ലി. ഓ കൈയുടെ അകത്ത് കിടക്കുന്നു. പാവം, പഞ്ചപാവം പഞ്ചപാവണ്ണേ, നമ്മുടെ പൊന്ന് പഞ്ചപാവണ്ണേ. അച്ഛൻ കണ്ടേ, അതാണ് ഇപ്പം ചേച്ചി ചേട്ടൻ അച്ഛൻ മമ്മി മാത്രമല്ല, കുറേ ഫാൻസ് ഉണ്ട്, കുറേ ആൻറ്റിമാർ, കുറേ അങ്കിൾമാർ ഒക്കെ ഉണ്ട്, കുറേ ചേച്ചിമാർ ഒക്കെ ഉണ്ട് പൊന്നിന് സ്നേഹിക്കാൻ. നേരെ പോകുന്ന അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ കണ്ടിട്ട് പോയതാണ്. തണുപ്പ് പൊന്നെ ആ കിടന്നോ. എൻ്റെ മോനിപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ചേച്ചിമാർ, ചേട്ടന്മാർ, ആൻറ്റിമാർ, അങ്കിൾമാരും ഒക്കെ. ആളൊക്കെ പുതച്ച് മുഖം കഴുകാൻ വന്നിരിക്കുന്നത് ഇവിടെ അച്ഛൻ ഷേവ് ചെയ്യുന്നുള്ളതുകൊണ്ട്. ഇത് കണ്ടോ, ഷാൾ മാറ്റുന്നില്ല, തണുത്തിട്ട് കണ്ടോ. എന്തുവാടാ ഇത്. ഓ ഓ ഓ ഓ ഓ. അച്ഛ പോയാ? ടാറ്റ. ഡാഡയെ നോക്കുന്നു. ടാറ്റ ടാറ്റ ടാറ്റ. ടാറ്റ. ടാറ്റ പറയുന്നു പൊന്നിന്. പോയാ അച്ഛ? ടാറ്റ. അച്ഛ അവിടെ ടാറ്റ പറയണ്. ടാറ്റ. ടാറ്റ പറയണ അച്ഛ. ആ ടാറ്റ പറയുന്നു കണ്ട. ടാറ്റ ടാറ്റ. ആ ബാ. അച്ഛ പോയാ? എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് മുകളിൽ കയറി വന്നിട്ട് അവനെ അച്ഛനെ നോക്കണം. എന്തൊക്കെ സ്വഭാവമാണ്, ചില സ്വഭാവങ്ങളാണ്. കണ്ടോ മുകളിൽ കയറി വന്ന അച്ഛനെ കണ്ടോ? കണ്ടായിരുന്നോ മോൻ? അവന് ഫുഡൊക്കെ കൊടുത്തു, തുടച്ചൊക്കെ എടുത്തിട്ട് വന്നേക്കുന്ന കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ പോകുന്നു. എല്ലാം തുടച്ചൊക്കെ എടുത്ത് ഈ കാണിച്ചേ മാമേ, ടീത്ത് കാണിച്ചേ. പല്ലൊക്കെ തേച്ച് കൊടുത്തു. അങ്ങനെ വന്നേക്കുന്ന കേട്ടോ. അയ്യോ ആരാ അത്? അത് ആരോ ഭജൻ പാടിക്കൊണ്ട് പോകുന്ന. നിനക്ക് തന്നെ ബാ, ഡ്രസ്സ് ഇട്ടരാ മാമ ബാ. ഓട്ടി അവർ അതെ ഭജൻ പാടിക്കൊണ്ട് പോകുന്നവരോ ആശ്രമക്കാരായിട്ട് ഭജൻ പാടുന്നു. അവരെല്ലാ വീടുകളും ഇങ്ങനെ പരവേശം കണ്ട. ഞാൻ ആ വാതിലടച്ചു, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ പരവേശമാണ് ഈ കാണിക്കുന്നത്. ബാ ഡ്രസ്സ് ഇടട്ടെ മാമ, പൗഡറൊക്കെ ഇടട്ടെ. ബാ ഡ്രസ്സ് മാറ്റണ്ടേ? എന്നാ ബാ ബാ ബാ. ഇത് പഠിക്കണ കൊതുക് ഇപ്പോൾ കൂടുതലാണ് ഇതായത് കാരണം. മോളിൽ ചെന്ന് ഇരുന്നാ ചെടിയുടെ അടുത്ത്. എൻ്റെ പൊന്നിന് ഡ്രസ്സൊക്കെ ഇട്ട് അവർ പോയി. ബാ ആശ്രമക്കാർ വന്നു കേട്ടോ. അത് ഇടക്കിടക്ക് ഇങ്ങനെ വരും, ഒരു ദിവസം ഒരു 3-4 പേര് കേട്ടോ. ചേച്ചി പോണു. അയ്യോ ചേച്ചി പോണു. പോണു ചേച്ചി പോകുന്നു ഓഫീസിൽ. ബാ എന്നാ വാടാ, മമ്മിക്ക് പണിയുണ്ടടാ, വാടാ ഇങ്ങോട്ട് പോയി. ബാ പോന്നാ, മമ്മിക്ക് പണിയുണ്ട്. ബാ കയറിയേ. അപ്പോൾ ഫ്രണ്ട്സ്, ആ ആശ്രമത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇവന് ഈ പരവേശം. അവന് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു, എല്ലാം ചെയ്തു. മോൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ദീപക്ക് ഉച്ചക്ക് വരത്തില്ല കേട്ടോ, അവൻ്റെ മൗസി മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി പണികളുണ്ട്. പിന്നെ നമ്മൾ ഈ വരുന്ന ആശ്രമത്തിൽ കൊടുത്തൊരു കാര്യമില്ല കേട്ടോ. നമുക്ക് കൊടുക്കാമെന്നുള്ളവർ കൊടുക്കാം. അവർ 10-20 രൂപയൊന്നും മേടിക്കുന്ന, അവർക്ക് നല്ല തുക വേണം.
പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ അനാഥാശ്രമങ്ങളിലും ഒക്കെ എൻ്റെ മോൻ 2 ആശ്രമങ്ങളിൽ എല്ലാ മാസവും കൊടുക്കുന്നതാണ്. പിന്നെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞല്ലോ 25th ക്രിസ്മസിൻ്റെ അന്നാണ്. അന്ന് ഞങ്ങൾ ഇവിടെ ഒരു ആശ്രമമുണ്ട്, ഒരു അനാഥാലയമുണ്ട് കൊച്ചുകുട്ടികളുടെ. അവിടെ ചെന്ന് കേക്ക് മുറിക്കാനൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണവും അന്നത്തെ. അന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവും, അമ്പലങ്ങളിലും പോവും, മദർ തെരേസ ഹൗസിൽ പോവും. മദർ തെരേസ അവിടെ എന്തെങ്കിലും അവിടെയും ഉണ്ട്, കൊച്ചു പിള്ളേരുമൊക്കെ അവിടെ കൊടുക്കും. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 1000 500 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. അവിടെ ഞങ്ങൾ എല്ലാ വർഷവും മദർ തെരേസ ഹൗസിൽ പോയി കൊടുക്കുന്നതാണ് കേട്ടോ. അമ്പലത്തിൽ പോകുന്ന വഴി വരുന്ന വഴി അവിടെ കയറി കൊടുത്തിട്ടു. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അനാഥാലയമുണ്ട് കൊച്ചുകുട്ടികളുടെയൊക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ട് വലിയൊരു കേക്ക് മേടിച്ച് മുറിച്ച്, കുഞ്ഞു കുട്ടികൾ തൊട്ട് ഒരുവിധം ഇതായിട്ടുള്ള കൊച്ചുകുട്ടികളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കേക്ക് മേടിച്ച് മുറിച്ച് അവർക്ക് അന്നത്തെ വേണ്ടിയുള്ള ഭക്ഷണവും കാര്യങ്ങൾക്കും ഒക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ വരുന്നവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. മോൻ്റെ കളിയും ചിരിയും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ അന്നെന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മോൻ്റെ കളിയും ചിരിയും ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടും. അപ്പോൾ ഡെയിലി നമ്മൾ ഓരോ കണ്ടൻറ്റായിട്ട് വരണ്ടേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.